ചെയ്യാൻ പറ്റും. എന്റെ ഹെയർ സ്റ്റൈൽ സെറ്റ് ആയതിനു ശേഷം കണ്ടു പോയത് പ്രോബ്ലം ആയിപ്പോയി. സത്യം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ പ്ലീസ്. അത് കോഫി ആയിരിക്കും. നമ്മൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രണ്ടുപേരും പക്ഷെ ഒരേപോലെ അങ്ങനെ വെച്ചു. ഇഷ്ടപ്പെട്ടോ ഹെയർ സ്റ്റൈല്? നല്ലല്ലേ? എന്നെ കൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു. ആദ്യം ഫുഡ് കഴിക്കാം, ചോറ് കഴിക്കാം. നമ്മുടെ മീല് ഡയറ്റ് മീലൊന്നും ഇല്ല, ബട്ട് എങ്കിലും നമുക്ക് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അല്ലേ? പറ കഴിക്കേ. അല്ല പറ കഴിക്കാൻ. ചോറിൻ്റെ അടുത്ത് പോയി ചോറ് കഴിക്കാം. പിന്നെ ചോറ് അടുത്ത് വരുമോ കഴിക്കാൻ? നമ്മൾ പോകേണ്ടതാണ് ചോറ്. അമൽ ചോറ് കഴിക്കാൻ. സോ നമ്മള് നോർമലി ഉച്ചയ്ക്ക് കഴിക്കുന്നത്, നമ്മൾ ജിമ്മിൽ പോയതിനു ശേഷം കഴിക്കുന്നത് ഞങ്ങളുടെ ഡയറ്റ് മീലാണ്. ബട്ട് ഇപ്പോ അതെല്ലാം മാറി. കുഴപ്പമില്ല, ഇന്ന് ഒരു 2-3 ദിവസം കഴിച്ചെന്നുള്ളൊന്നും പറ്റൂല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് സാമ്പാർ എനിക്ക് വേണം. ഇന്ന് സ്പെഷ്യൽ എനിക്ക് എന്റെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സാമ്പാറാണ്. സാമ്പാറുണ്ട്, ചോറ്, സാമ്പാർ. പിന്നെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ അതല്ല ഫ്രൈ. അതിഷ്ടമാണ്. മറ്റേ പിങ്ക് കളറിലെ മീൻ, അത് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം സെക്കൻഡ് വൺ നെത്തോലി. അത് രണ്ടും മതിയോ നിനക്ക്? ഇതാണ് ഞാൻ എന്ന് ഓർഡർ ചെയ്ത സാധനമാണെന്നറിയോ? സോ അത് വരുന്ന ലേറ്റ് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെപ്പോഴും വിചാരിക്കും ഇവർക്കുള്ള എന്തെങ്കിലും സാധനമാണെന്ന്. കോഫി സിഡൗൺ പറയോ? വേണ്ട വന്നു ഇവര് കാരണം ഇപ്പൊ വീടെല്ലാം ചാടി കയറേണ്ട അവസ്ഥയായിരിക്കാണ്. മുടിയല്ലേ നോക്കിയത്? നല്ല ഉണ്ടല്ലേ മോളെ? ഡാൻസ് ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഞാൻ പാട്ട് പാടുന്ന ഡാൻസ് കളിക്കാനാണ് അമ്മയ്ക്ക് ഇഷ്ടം. രണ്ടും ഒന്ന് പറയാം അമ്മ പ്ലീസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത് മറ്റേ മിക്ക ആ ഒരു സോങ്ങാണ് ഇട്ടത്. അപ്പൊ അമ്മ എന്റെ വീഡിയോ ഇട്ടു. അപ്പൊ അമ്മ എനിക്ക് മറ്റേ 100% ഉണ്ടല്ലോ, അതിന്റെ അതും ഒരു ഫയറും കൂടെ ഇങ്ങനെ സെൻഡ് ചെയ്ത് വിട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഞാൻ റീൽ ചെയ്യുന്ന ഡാൻസ് രണ്ടും ഇഷ്ടമാണ്. ചിക്കൻ എടുക്കുമായിരുന്നു. കുഴപ്പമില്ല, ഇന്ന് മീൻ കഴിക്കാം. കുറച്ച് ചോറ്, സാമ്പാർ, പിന്നെ ഈ ഒരു ചെറിയൊരു നെത്തോലി എടുക്കുക. പൊളി. അച്ഛന് എന്തായിരുന്നു ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്നതിൽ? എൻ്റെ അടുത്തല്ലേ ചോദിച്ചാ, മറുപടി ഞാൻ പറഞ്ഞുതരാം. നല്ല വെള്ളരിച്ചോറ്, മോര് കറി, പിന്നെ കറി വെച്ച മരിച്ചിനി. അതിൻ്റെ കൂടെ അല്പം മീൻകറി ഉണ്ടെങ്കിൽ ഊണ് കിടിലം സെറ്റ്. ഉള്ളതാണ് അമ്മ. ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? ചൂര മീൻകറിയും മരിച്ചിനി. അതൊരു കടല് പോലത്തെ സത്യമാണ്. അത് ഒന്നുകിൽ മുളകിട്ട മീൻകറി ആയിരിക്കണം, അല്ലെങ്കിൽ തേങ്ങ അരച്ചതിന് മതി. കറുത്ത മീനും എല്ലാം കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. കപ്പയ്ക്ക് കഴിക്കാൻ ഈ മീൻകറിയാണോ? അമ്മ എന്നെ എപ്പോഴും വഴക്കും പറയും. ഞാൻ ചോറ് കഴിക്കുന്ന സമയത്ത് ചൂട് ചോറും തമിഴ്നാട് ചൂട് ചോറും അതുപോലെ തിളച്ച സാമ്പാറും. ഓഹോ. പക്ഷെ ഇത് തമിഴ്നാട്ടിൽ കഴിക്കണമെങ്കിൽ സാമ്പാർ സാധം. പക്ഷെ അത് കുറച്ച് ഡ്രൈ ആണല്ലേ, കുറച്ചുകൂടി വരില്ല. തൈര് സാധം കഴിച്ചിട്ടുണ്ട്. അല്ല, സാമ്പാർ സാധം ഉണ്ട്. നമ്മൾ അവിടെ നിൽക്കുമ്പോ ഞാൻ ഒരു ദിവസം ചോറും സാമ്പാറും തനിയെ ഉണ്ടാക്കി. രണ്ടും മറ്റേ ഒരു കുഴഞ്ഞ പരിപാടി മിക്സ് ഓ, ചോറങ്ങ് വെന്തുപോയി. സാമ്പാറും ഇങ്ങനെയായിരുന്നു. പോയില്ലേ? അപ്പൊ എന്റെ ബാക്കി കാര്യങ്ങൾ എന്റെ വീഡിയോയിൽ വരുമ്പോൾ പറയാം. ഗൈസ്, അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യണം. ആൻഡ് ഷാജി. സോ കുറേ കുക്കിംഗ് വീഡിയോസ് ഒരുപാടുണ്ട്. പിന്നെ നിങ്ങൾ കുറേ പേര് റീസെൻ്റ്ലി ഇവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗ്, ലൈക്ക് അച്ഛൻ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുന്ന ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. ഉറപ്പായിട്ടും എന്തോ ചെയ്യുക അപ്പോഴും ഒരു പുതിയ പുഡിങ് ഞാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ട്.
എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലോ ഹലോ 3, 2, 1 start. Guys, dad's chapel. Everything. Yes. Everything. അതെ കറക്റ്റ്. നമ്മുടെ കോഫി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ ഒരു ബേബി ബോയ്, ഇവൻ ഭയങ്കര കുരുത്തക്കാരനാണ്. എടാ നിക്കടാ, എടുക്കട്ടെ. ആദ്യം കഴുത്തിലുള്ളത് മാറ്റിയാലോ? അത് പിന്നീട് ഹായ് ഓറിയോ. നിങ്ങൾ വിചാരിക്കും ഇവന്റെ കഴുത്തിൽ എന്താണ് ഇങ്ങനെ ഈ ഒരു മറ്റേ മദ്രാസ് പട്ടണം സിനിമ ഉണ്ടല്ലോ, അതില് അവര് അമ്മേനതും അവിടെ അവരതിലൊരു ക്യാപ്പ് വെച്ചേക്കല്ലോ, അതുപോലെ ഇട്ടത് ഫുഡാണ്. പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അമ്മ പറയും. ഞാൻ വേറെ ഇതിനകത്തുള്ളത് മത്തൻ, ക്യാരറ്റ്, മുട്ട, പിന്നെ ചിക്കൻ ഫ്രൈ ആണ്. എന്നിട്ട് ഉണ്ടല്ലേ തരാം. അവൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി നോ വേ. ഫുഡ് എടുക്കുമ്പോ അയ്യോ അയ്യോ വീണു. ഗുഡ് ബോയ്. ഓക്കെ കിട്ടിയവനെ ഇല്ല കോഫി കാണിക്കും. പക്ഷെ വെയിറ്റ് ചെയ്യല്ലേ അമ്മ അവര്? പിന്നെ വെയിറ്റ് ചെയ്യും. വെയിറ്റിംഗ്. അയ്യോ എനിക്ക് കിട്ടി. എനിക്ക് തരും അമ്മ. അമ്മ തരും. അമ്മ എനിക്ക് താ അമ്മ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ ഇതൂടാ എന്നിട്ട് തരാം. വേണ്ടേ? ഹാപ്പി ഫേസ്. ഹാപ്പി ഫേസ്. അവിടെ ഉണ്ട് അടുത്ത ഹാപ്പി ഫേസ്. ആ നല്ലതമ്മ. കുളത്തിൽ അമ്മയുടെ മീൻ. ഗൈസ് ഇതില് മീനുണ്ട്. ചോറ് കിട്ടി. ഇപ്പൊ ഒരു ചോറ് കിട്ടി. ഇത് ഈ ഒരു ചോറ് ഇട്ട് കൊടുത്താൽ കിട്ടും. ഇപ്പൊ വരും. ഇവിടെ വരും. മീൻ വരും. വന്നു. ഒന്നുകൂടെ ഞാൻ പറയുന്ന സ്ഥലത്തിന് ഇവിടെ ഇട്. ഇപ്പൊ അവിടെ ഒരു മീൻ വരും. പക്ഷേ അത്ര ചെളിയല്ല ആക്ച്വലി ഇത്. അമ്മല ആലോചിച്ചു. എന്താ ആലോചിച്ചു? ബീച്ചിൽ പോയാലോ? ബീച്ചിൽ പോകുന്നു. ആലോചിച്ചു. ഒരു മഴയുടെ ഒരു ലക്ഷണമുണ്ട്. പക്ഷെ മഴ ഇല്ല. നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. മഴ പൊടിയുന്നു. അയ്യോ ബീച്ച് പോകാന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ ഈ ഒരു മഴ പെയ്യുമല്ലോ, ഈ ചെറിയ മഴ, അതിന് ബീച്ചിൽ പോകാൻ നല്ലതാണ്. ശരിയല്ലേ? മഴ ഉണ്ട്. നല്ല കുറെ ഇല്ലേ വീട് എക്സ്പ്ലോർ ചെയ്യണം ഇപ്പോൾ. കോഫിനെ മാത്രം ഇങ്ങോട്ട് വിടായിരുന്നു. ഓറിയോ വരൂല. ഓറിയോ വരും. ഓറിയോ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടേയിരിക്കും. അവനും ഓറിയോയും കോഫിയും തമ്മിൽ 5 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഓറിയോ എന്ന് പറയുന്ന അവന്റെ ഒരു അപ്പൂപ്പനെ പോലെയാണ് കാണിക്കുന്നത്. അതെ. ഇല്ല പക്ഷെ അവര് ബ്രദേഴ്സ് പോലെയാണ്. ഉണ്ട്. പക്ഷെ ഓറിയോക്ക് ചില നേരം കോഫീന് ഇഷ്ടമല്ല. ചുമ്മാ ഭയങ്കരമായിട്ട് ചെവിയിൽ കടിക്കും, പിന്നെ കൈ ഫേസിലൊക്കെ കടിക്കും. നമ്മുടെ പ്ലാവില്ലേ ബ്രാൻഡസ് ഒക്കെ പൊളിയായത്. കൈസ് ഇത് മറ്റേ ഞാവൽപ്പഴം ഉണ്ടല്ലോ, ഇതാണ് അതിന്റെ മരമാണ്. അതിനൊരു സ്റ്റോറി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു. സോ ആ വീട്ടിൽ ഒരു ചെറിയൊരു ചട്ടിയിൽ ഞാൻ എപ്പോഴും അത് കഴിച്ചിട്ട് അതിൻ്റെ സീഡ് കൊണ്ട് വെച്ച് ചെറിയ ഇത്രയായി. ഇത്ര അല്ലെങ്കിൽ ഇപ്പോഴും ഫോട്ടോ ഉണ്ട്. ഷുവറുണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്യാം ആ ഒരു ഫോട്ടോ. ഞാൻ അത് എത്ര 4 ഇയേഴ്സ് മുന്നേ ഞാനത് വെച്ചാണ്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, അത് ഞാനത് കാണിക്കും. സോ അത് ഇത്ര ഉള്ളത്. അതിൽ ഞാനിങ്ങനെ അത് വലിയൊരു മരം വന്നാൽ കുറേ ബ്രാഞ്ചൊക്കെ വന്നിട്ട് അത് മൊത്തത്തിൽ അത് വളർന്നതിന് ശേഷമുള്ള ഒരു ലുക്ക് കാണിക്കാന്നുള്ളൊരു ഇന്റൻഷനിൽ എടുത്താണ്. സോ അത് ഇത്രയും വലുതായി. നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് എത്ര ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി അതിലെ തറയിൽ നട്ടു കൊടുക്കണം. വലിയ മരമാവും. അപ്പോൾ കുറേ ഞാവൽപ്പഴം കഴിക്കാം. അവിടെ നമ്മൾ മധുര നിൽക്കുമ്പം നമ്മൾ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഡെയിലി വാങ്ങിക്കും. മഴ പോയി നമുക്ക് എന്തെങ്കിലും
ജിമ്മിൽ പോവാം. അമ്മ ഞാൻ പറയല്ലേ ജിമ്മിൽ പോകുന്ന ഡംബിൾസ് ഇവിടെ ഇരിക്കുന്നു. 2.5 kg. ഇല്ല എന്തായാലും നമുക്ക് പോവാം. ഞാൻ കുളിച്ച് റെഡിയായി. പക്ഷെ എൻ്റെ പുതിയൊരു ഉടുപ്പെല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ഈ ഒരു സ്കേർട്ട് അമൃതയിലാണ്. സിംഗപ്പൂർ പോയ ടൈം അമൃത എവിടെയാണ് ഇതിട്ടത്? ഈ ഒരു സ്കേർട്ട് നീ ഉപയോഗിച്ചത്? അതെ. സോ അവിടെ ഇട്ടതാണത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂ ജീൻ എടുത്തിടാന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ ഇന്ന് ബീച്ചിൽ പോകുമ്പോൾ സ്കേർട്ട് ഇടാം എന്ന് തോന്നി. ലൈക്ക് ഇതിലെ ഒരു പ്രിൻ്റ് ആണെങ്കിലും എല്ലാം ഒരു നീലമയം എന്ന് തോന്നി. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റേ വിൻറ്റേജ് ആ ഒരു സ്റ്റൈൽ തോന്നും. ലൈക്ക് ഈ ഒരു കട്ടോരി കട്ട്, പ്രിൻസസ് കട്ട്, അങ്ങനെ രണ്ടും പറയും ഇതിന്. സോ ഇത് ലൈക്ക് സീത. സോ അതിൽ സീത. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ ബ്ലൗസ്, ആ ഒരു കട്ടിങ്. സോ അതിൻ്റെ ബ്ലഷ് ഉപയോഗിക്കാം. അയ്യോ ഇന്ന് മറ്റേ ചോട്ടാ ഭീം ചുട്ക്കി പോലെ ഇരിക്കുന്നു. താഴ്ന്നു വരുമ്പോൾ അടിപൊളിയാണ്. സ്കൂളിൽ പോകുന്നു, ജപ്പാനിലെ സ്കൂളിലൊക്കെ പോകുന്നു. ഓക്കെ ബൈ. ലിയോ കൈ അവിടെ ഇടിച്ചു. സോറി ഞാൻ കാരണം അല്ല ഞാൻ ഇങ്ങനെ അയക്കപ്പെടില്ലേ സ്റ്റൈൽ ചെയ്തു. ഓക്കെ മതി. ലാഗാവുന്നു. അമലൊക്കെ ഫുള്ള് കാണില്ല. രണ്ടുപേരും കൂടെ അല്ലെങ്കിൽ എന്റെ ചെരുപ്പ് എപ്പോഴും അമല. അങ്ങനെയല്ല, അതൊരു ചൊല്ലുണ്ട്. ചേച്ചിക്ക് എപ്പോഴും പുതിയത്, അനിയത്തിക്ക് എപ്പോഴും പഴയതുമാണല്ലോ. കൊള്ളാം. താങ്ക് യു. അറിയില്ലേ ഓറിയോ മോനെ കോഫി മോനെ. ബൈ ബൈ ഗൈസ്. ചെരുപ്പ് ഊരിയിട്ട് പോയുള്ളൂ. വേഗം വരാൻ തോന്നുന്നുണ്ടോ? ഇന്നലെ തന്നെ ലുലു പോയപ്പോ അമ്മ ചോദിച്ചു എവിടെ നിൽക്കുന്നെന്ന്. ഞാൻ എന്താ പറഞ്ഞ, ഈ കുട പിടിച്ചാൽ നല്ല ഇതാണെന്നോ തൊണ്ണൂര കുട. ഗൈസ് എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നോണ്ടിരിക്കുന്ന. പക്ഷെ ഇല്ല, നമ്മള് ലുലുവിനകത്തൊരു റോള് കഴിക്കുന്ന, ഐസ്ക്രീം റോള് കഴിച്ചോണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നത്. ആ നമ്മള് മോശമായിപ്പോയി പറഞ്ഞ പെട്ടെന്ന് കുട മാറ്റാം. സോ ഗൈസ് നമ്മള് അങ്ങനെയല്ല. സോ ഞാൻ പറഞ്ഞു പറഞ്ഞല്ല, അമ്മേൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ പോയിട്ട് പെട്ടെന്ന് വരാന്ന്. പക്ഷെ ഇല്ല, നമ്മൾ എവിടെ പോയാലും നല്ല ലേറ്റ് ആയിട്ടേ വരുള്ളൂ. കാല് ഇത് നമ്മുടെ വീഡിയോയില് മെയിൻ സാധനമാണല്ലേ. പുതിയ ചെരുപ്പ് കൊട. സ്കൂളിൽ പോകുന്ന ഓർമ്മ. ഹലോ തിരക്ക്, മഴയും കുറുക്കന്റെ കോഴീന്റെ കല്യാണം അല്ലേ? കുറുക്കൻ കോഴീസ് കല്യാണം. ചേച്ചി ഡ്രസ് കലക്കി. പക്ഷെ ഞാൻ സഹായിക്കാനുള്ള ആളാണല്ലേ. എന്തൊക്കെയാണ് ചെയ്യണത് ഗൈസ്. ഫുള്ള് ജോലി ചെയ്യുന്ന അമൃത. ഗൈസ് അമ്മ വരുന്ന എടുക്കണമെന്ന് എടുത്ത് പറഞ്ഞു. സോ ഹായ്. ഓടിക്കുന്നില്ലല്ലോ. ചെളിയാണ്, നോക്കിക്കയറ്. ചെറിയ കുട്ടിയെ പോലെ ഉണ്ട് സത്യമായിട്ട്, നല്ല ചെറിയ കുട്ടി. അയ്യോ ഓക്കെ പോവാം. പോകാം. ആദ്യം ഇതൊന്ന് ചാർജിന് വെച്ചോട്ടെ പ്ലീസ്. ചാർജൊക്കെ തീർന്നു, ചത്തുപോയി. കറണ്ട് ഇല്ലാത്തോണ്ട് ഞാൻ കാർ എടുത്താലേ അങ്കിളിന് കാർ ഇവിടെ ഇടാൻ പറ്റുള്ളൂ. സോ ഒന്ന് ഓക്കെ. ഭയങ്കര തിരക്കല്ലേ. ഓക്കെ ഇറങ്ങിക്കോ. അതിന്റെ ഇടയ്ക്ക് കയറിപ്പോയി. ഭയങ്കര ചൂട്. ഇവിടെ നല്ല സൂപ്പർ സ്നാക്സ് കിട്ടുന്ന നല്ലൊരു ബേക്കറി ഉണ്ട്. നിനക്കെന്തോ വേണം? എനിക്ക് ഒരു ഡേറ്റ്സിന്റെ ഒരു കേക്കും വേണം, ഒരു പോക്കറ്റ് ഷവർമ. ഡേറ്റ്സ് കേക്ക് ആൻഡ് പോക്കറ്റ് ഷവർമ. യെസ്. തേ പോവും അമൃത ഇപ്പൊ സ്നാക്സ് വാങ്ങിച്ചിട്ട് ഇപ്പൊ വരും. സാധാരണ അവിടെ ഭയങ്കര തിരക്കാണ്. ഇന്ന് എന്തോ നല്ല തിരക്ക് കുറവുണ്ട്. ഹലോ ഇറ്റ്സ് മീ ഓറിയോ കോഫി.
ഹലോ ചേച്ചി. തിരക്ക് കുറവാണ് ഇവിടെ. താങ്ക് യു. വാങ്ങിയമ്മലേക്ക് ഞാൻ അടിപൊളി. താങ്ക് യു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സാധനം പറയാതെ ഞാൻ വാങ്ങി. അതാണ് ഞാൻ. സോ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ടിനെ പോയി പിക്ക് ചെയ്യണം. ലൈക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും അവള് കോമൺ ഫ്രണ്ടാണ് രേഷ്മ ജാൻ. ആക്ച്വലി ഫ്രണ്ടാണ്. ബട്ട് എന്റെയും ഭയങ്കര ഫ്രണ്ട് പോലെ വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ ചേച്ചി, എവിടെയാണോ ഉള്ളത്? ലൊക്കേഷൻ ഒന്ന് അയക്കോ? ലൊക്കേഷനിൽ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് വരാം. ഓക്കെ, ഇതിലയക്കണേ. എന്റെ ഓക്കെ വരാം. പിന്നെ എന്റെ ഫ്രണ്ട് അവള് രേഷ്മേനെ പറ്റി പറയണെങ്കിൽ ഭയങ്കര അടിപൊളി ആളാണ്. സോ ഇപ്പൊ തന്നെ നമ്മള് വിളിച്ച സമയത്ത് അവളെന്ത് ചോദിച്ചത്? ഹലോ പറയടി. അമലയായിരിക്കും എന്നല്ല, ആക്ച്വലി ഞാനാണെന്ന് അറിയാം. നമ്മൾ അത്രയ്ക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ബട്ട് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് ഇവിടെ എന്റെ അടുത്താതെ. ലുലു പനങ്ങാന്ന് വന്നേ ഉള്ളൂ. ലുലു നൈറ്റ് കാണാൻ നല്ല ഭംഗി. ഭയങ്കര ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല പൊളിയായിട്ട്. ഗായ്സ്, നമുക്ക് സ്ഥലം മാറിപ്പോയി. ലൈക്ക് അവിടെ തിരിയേണ്ടടുത്ത് നമ്മൾ സ്ട്രെയിറ്റ് നേരെ പോയി. സോ നമ്മൾ തിരിഞ്ഞ് അങ്ങ് പോവാണ്. സോ ഇപ്പൊ അവളെ കാണാൻ പറയാലോ, നമുക്ക് ഇത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു വ്ലോഗ് എടുക്കുകയാണെന്ന് അറിയിക്കണ്ട, അങ്ങനെ സർപ്രൈസ് ചെയ്യാം. ഞാൻ ഇന്നലെ അവളുടെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു, നമുക്ക് നാളെ എവിടെയെങ്കിലും പോവാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോവാം. പക്ഷെ നമ്മളിവിടെ നാട്ടിൽ വരുന്ന സമയത്ത് എപ്പോഴും ബീച്ചിൽ പോവും. സോ ലാസ്റ്റ് 2 ടൈം പറ്റിയില്ല അല്ലേ? 2 ടൈം അത് പറ്റിയില്ല നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട്. സോ ഇതൊരു ലോങ് ടൈം മീറ്റ് ആണ്. അവൾക്കറിയത്തില്ല. ഈ ചെറിയ റോഡിലൂടെ സ്ട്രെയിറ്റ് ആണല്ലേ? പോട്ടെ വഴി മാറിപ്പോയി. ഇപ്പോൾ ആലോചിക്കുന്നത് ലെഫ്റ്റ് കയറി. ഹലോ, നീ പുറത്തോട്ട് ഇറങ്ങി വരുമോ? ഓക്കെ. നമ്മൾ വന്ന വഴി ശരിയായില്ല. ചെറിയൊരു വഴിയാണ്. തിരിക്കാനായിട്ട് നല്ലൊരു സൗകര്യം ഇല്ല. കേട്ടില്ല. ഓക്കെ ഒരുങ്ങി. നീ ബ്ലഷ് ഇട്ട്. നല്ല കുട്ടി. നോ നിനക്ക് എന്റെ കാർ അറിഞ്ഞൂടെ? ലെഫ്റ്റ് കൊള്ളാവോ? കേറിക്കോ. എടി എന്റെ എക്സ്റ്റർ ഉണ്ടല്ലോ, നിനക്ക് അറിഞ്ഞൂടെ? അത് വേറെ. ഇവിടെ സൈഡില് നമ്മള് നിക്കണുണ്ട്. നീ ഓടി വാ. അത് കുഴപ്പമില്ല, നീ സുന്ദരിയാണ്. ഇവിടെ വേറൊരു സുന്ദരി ഉണ്ട്. ഒരു വൈറ്റ് ടാക്സി അല്ലേ വരുന്ന? അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു. ഓടി വന്നു. ഇല്ല, ഭൂമിയില്. റോഡിലല്ല, പിന്നെ വീട് നമുക്ക് ഇവിടെ ഇല്ലല്ലോ. ഓടി വാ. നീ എന്താണ് ജാൻ? ഹലോ, ഹായ് സുന്ദരി കുട്ടി. ഞാൻ പറഞ്ഞില്ലേ ഭംഗി വെച്ച്. ഹലോ എടി, നല്ല ഭംഗി വെച്ചു. ക്യൂട്ടായി. ഒരു കാര്യം ചോദിക്കട്ടെ, എടി എന്നെ ചിരിപ്പിക്കില്ല. ഞാൻ ചിരിക്കും. ഇതിൽ പറയാമോ പേഴ്സണൽ ആണ്. ഗൈസ്, രേഷ്മ ഫേസിൽ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. സോ അത് നല്ല കാണിക്കണം തോന്നിട്ടുണ്ട്. കണ്ടോ? അല്ല പറ, എന്ന് കാണില്ല. അതൊക്കെ ഞാൻ പറയാം. പോട്ടെ, ഞാൻ ത്രെഡ് ചെയ്തപ്പോ രേഷ്മ ത്രെഡ് ചെയ്ത് സൂപ്പർ. ഞാന് കൊറേ നാൾക്ക് ശേഷം ത്രെഡ് ചെയ്യുന്നത്. സെയിം, ഞാനും കൊറേ നാൾക്ക് ശേഷം ചെയ്തതാണ്. നിനക്ക് സുഖാണോ രേഷ്മ? നീ എന്നെ എത്രത്തോളം മിസ് ചെയ്ത്? നന്നായിട്ട് മിസ് ചെയ്തു. ക്യൂട്ട്.
സൺഫ്ലവർ നല്ല ഭംഗിയുണ്ട്. മുടി വളർന്നു നിനക്ക്. സ്ഥിരം സ്പോട്ടാ ചായ കുടിക്കുന്നത് ഇവിടെ അല്ലേ? അവിടെ നിന്ന് ഇറങ്ങി വരും, ഇവിടെ നിന്ന് ചായ കുടിക്കും. ഷൂ നിനക്കൊരു സാധനം വാങ്ങിച്ചാൽ എടുക്കാൻ മറന്നുപോയി. കിട്ടില്ല സാധനം. ശരിയാണല്ലേ. ചേച്ചി നമുക്ക് എവിടെ പോവാം? നമുക്ക് ഇവിടെ നിന്ന് ആദ്യം ശംഖുമുഖത്ത് പോവാം. ഫ്രണ്ട് ഇതേ പോകുന്നു. പോയി ഇതേ പോകുന്നു. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് കറങ്ങിയിട്ട് ഐസ്ക്രീം ഒക്കെ കുടിച്ച് ചില്ല് ചെയ്യാം. ഓക്കെ, ചിൽ ബ്രോ. എന്നിട്ട് അവിടെ നമുക്ക് അടുത്ത പ്ലാൻ ഇവിടെ ഒരു ഹൈ കൊടുക്കായിരുന്നു ഫ്രണ്ടിന്. വഴി പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം. നിനക്ക് വയ്യേ? ജലദോഷം. നിന്റെ മരുന്ന് വാങ്ങിക്കാൻ മറന്നുപോയി. ഞാൻ അപ്പോഴേ വിചാരിച്ചു നീ വാങ്ങില്ല. തിരിച്ചു പോകുന്നു. പ്ലീസ്. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അതാണ് വരെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞത്. കുഴപ്പമില്ല. ഇപ്പൊ നാളെ മുതൽ ആന്റിബയോട്ടിക് രാത്രി തൊട്ടെടുക്കാം. ഇതാണ് നമ്മുടെ എവിടത്തെ റോഡ്? ശംഖുമുഖം. യെസ്. മറന്നുപോയല്ലേ. പാട്ട് ഓൺ ചെയ്തു വെച്ചു. ആർക്കെങ്ങനെ ശംഖുമുഖം ഇഷ്ടമുള്ളത്? ശംഖുമുഖം ഇഷ്ടമില്ലാത്ത ആരുണ്ട്? ഞാൻ ലേഖനം തുടങ്ങും. നല്ല ലൈറ്റ് ഗ്ലോയിങ്, ഭയങ്കര ഗ്ലോ ആയിട്ടുണ്ട്. ക്യൂട്ട്. സത്യം നല്ല ഗ്ലോ ആയിട്ടുണ്ട്. നല്ല സുന്ദരിയായി. അതെന്താ പനി ആയതുകൊണ്ട് കരഞ്ഞു നല്ല ജലദോഷം വന്നിട്ട് മൊത്തത്തില് കിളി പാറിയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയാൻ പറ്റുന്നുണ്ട്. തേർഡ് ടൈമാണ് ഞാൻ ബ്ലഷ് ഇടുന്നത്. നിനക്ക് ഓർമ്മ ഞാൻ ഇവിടെ അവൾക്ക് മുടിയൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ വളർന്നല്ലേ? നല്ല സെറ്റായി മുകളിലോട്ട് കയറി. ഏതെങ്കിലും ഫ്രണ്ട് കാണോ സ്വന്തം മുടി മുറിക്കാനായിട്ട് വേറെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കൊടുക്കണം? എങ്ങനെ പോലും ഒരു പാർലർ അല്ലെങ്കിൽ അറിയാനുള്ള പോള് ഹെയർ സ്റ്റൈലിസ്റ്റ് ആകും. ഇത് അങ്ങനെയല്ല. അമല കട്ട് ചെയ്ത് കൊടുത്തു. അത് പക്ഷെ നല്ലതായിട്ട് വന്നു. ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത്. ഫ്രണ്ട്സ് ആണോ അവര്? റോഡിന്റെ അപ്പുറത്തുനിന്ന് ഓടി നിങ്ങൾ രണ്ടുപേരും ഓർമ്മ വന്നു അതിനെ കണ്ടപ്പോൾ? എന്നെ അമൃതല്ലേ നമ്മളൊരു സിസ്റ്റർ ആ ബോണ്ടല്ലേ ആ ഒരു ബോണ്ട ബോണ്ട് പറഞ്ഞപ്പോ അത് കഴിക്കാൻ തോന്നുന്നു. ബോണ്ട കഴിക്കാൻ പോകും. നല്ലൊരു കടയുണ്ട്, നമുക്ക് ചായ കുടിക്കാൻ പോലെ. നമ്മൾ ചായ കുടിക്കാൻ പോകും. ഐസ്ക്രീമും കഴിക്കണം, ബോണ്ടയും കഴിക്കണം. എന്തൊക്കെ പ്ലാൻ അല്ലേ? നമ്മളിങ്ങനെ കാണാതെ കാണുമ്പോ നമുക്ക് ഒരു ലോഡ് കുറെ നാളായില്ലേ കണ്ടിട്ട്? പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. രണ്ടും നടന്നില്ല. ഗായ്സ്, ഇതാണ് നമ്മുടെ പണ്ടെല്ലാം നമ്മളിത് അവിടെ വരെ പോയിരിക്കുമല്ലേ? അവിടെ ഇരിക്കും. ആ താഴെ ആയിരുന്നു കടല്. ഇവിടെ ഇട്ടോ. ഹലോ ഗായ്സ്. ആന്റി ചോളം ഉണ്ടോ? ആ, ബട്ടറാണോ വേണ്ടത്? ബട്ടർ ബട്ടർ ചോളം. പണ്ടൊരു കഥ നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മളെല്ലാരും സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇവിടെ വീടല്ലേ? കറക്റ്റ്, എല്ലാം ഓർമ്മയുണ്ട്. പണ്ട് നമ്മളിത് ഈ സ്ഥലത്ത് ഇവിടെ ആ ഒരു പച്ച ഇതായിട്ടുള്ളതല്ലേ? അതുണ്ട്. നീയാണ് വീണത്, ഞാനല്ല. കടൽ എനിക്ക് കടല കഴിക്കുന്നു രണ്ടുപേര്. പക്ഷെ കടൽ എനിക്കല്ലല്ലോ, ഇങ്ങോട്ട് മാറി എനിക്കല്ലേ കഴിക്കുന്നത്. ഞാനും കൂടെ എനിക്ക് ഞാൻ ഉണ്ടാവില്ല. എന്ത് സമാധാനം നോക്കൂ. ഒരു മനുഷ്യൻ സമാധാനം ഓടി വരും. ആന്റി സുഖാണോ? ആന്റിയുടെ പേരെന്താ? എന്റെ പേര് ശാന്തി. സൂപ്പർ. എനിക്ക് ആന്റിയുടെ കമ്മൽ ഇഷ്ടപ്പെട്ടു. സത്യമായിട്ടും എനിക്ക് കമ്മൽ ഇഷ്ടപ്പെട്ടു ആന്റിയുടെ. ഓൾഡ് മോഡൽ. അത് പക്ഷെ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാ? അടിപൊളി. ഞാൻ ആക്ച്വലി തിരക്ക് നടക്കായിരുന്നു. പറഞ്ഞടി കൊണ്ട് റെക്കോർഡ് ചെയ്തു. ഇല്ല, ഒന്നുകൂടി ടേക്ക്. എന്ത്
അതെ കോൺ മുളക് പൊടി ഇട്ടാ ടേസ്റ്റ് കുറയും ബട്ടറിന്റെ. ഫുൾ ഇടായിരുന്നു. ശംഖുമോ ദേവി ക്ഷേത്രം. ഇതാ വെള്ളം വേണ്ടേ നിങ്ങക്ക് രണ്ടുപേർക്കും? എന്ത് അവിടെ സംസാരിക്കണം ഇവിടെ ഫുള്ളും. ടേസ്റ്റ് ഉണ്ടായത്. ആ ലാസയുടെ മാംഗോ ബാർ. മാംഗോ ആണ് എനിക്ക് വേണ്ടത്. മാംഗോ ബാർ. എനിക്കിഷ്ടം മാംഗോ ബാർ. നീ കഴിക്കുന്നില്ല? ജലദോഷം പനി പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് വേണ്ടാവും. ഓക്കെ അമൃത കുറച്ച് തരാം. കഴിക്കണമെങ്കിലാണെങ്കിലല്ലോ. ഐസ്ക്രീം എല്ലാം വാങ്ങി കഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ വന്നു. ഇവിടെ ഉണ്ട്. ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ പാട്. ആ സ്പൂൺ ഉപയോഗിക്കും. സ്പൂണോടെ നിരക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കാറിൽ പോയിട്ട് കാറിൽ നിന്ന് കഴിക്കാം. കാറിൽ നിന്ന് കഴിക്കാം. കണ്ണ് വയ്യാത്ത ഇങ്ങനെ കാണിച്ചിട്ട് കണ്ണ് വയ്യാത്ത കൊണ്ടാ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. റോഡിന്റെ സെന്ററിൽ നിൽക്കണവൻ. വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെയാണ്. കവർ മേടിക്കാൻ നടന്നു. പറയില്ലട്ടെ കവറ് പറയും. നമ്മളെ തന്നെ കണ്ടു കഴിക്കുന്നു. ചിരിച്ചോണ്ടല്ലേ അറിഞ്ഞത്? ഞാൻ ചിരിച്ചോണ്ടാ. അയ്യോ നമ്മളിപ്പോ മിന്നൽ വള നമ്മളെല്ലാരും കൂടെ പാടും. ഓക്കെ ഏറ്റവും വലിയ കോമഡി ആണല്ലോടി. എടുക്ക അതിലെടുക്ക്. രാവിലെ നിന്റെ പൂമുഖം കുളം കൊണ്ട് കാറ്റ് കണ്ണാടി പുഴയിലെ പൂത്തിരകൾ. ഞാൻ എപ്പോഴും പറയും ഞാനില്ല നീയില്ല നമ്മളില്ല. അമൃതയെ പറ്റി പാടാം. അമൃതയെ പറ്റി പാടാം. അമൃതയ്ക്ക് ഈ ഡെഡിക്കേറ്റ് ചെറിയൊരു ലൈന്. ആ ചന്തമോടെ എന്നും നീയേ നല്ല സുന്ദരി. ഇവിടെയാണ് നമ്മൾ എപ്പോഴും വരുന്ന ബീച്ച്. എപ്പോഴും വരാറ് വൈബിളുള്ള ബീച്ചിലടി. ഫേവറേറ്റ് ആയിട്ടുള്ള ബീച്ച് എത്തി. ഫുള്ള് കടലിൽ കയറി. നന്നായിട്ട് കയറി തുടങ്ങി. കുറച്ച് നാളായില്ലേ വന്നിട്ട്? തണുക്കണ് ഭയങ്കരമായിട്ട് തണുക്കണ്. ഞാനിവിടെ ഇരിക്കാം. നനയാൻ വയ്യ. ഇങ്ങോട്ട് ഇരിക്കാം. നല്ല സ്ഥലം. നമുക്കിവിടെ ഇരിക്കാം. മഴ വന്നപ്പോ നമ്മൾ അയ്യോ എന്റെ കണ്ണടി നിന്റെ ഡ്രസ് ഉണ്ടോ? ആ ഒരു ഡ്രസ് നോക്കിയപ്പോ രണ്ടുപേരും സേവ്. ഇത് കണ്ടുപിടിക്കാം. എന്താണെന്ന് കണ്ടുപിടിക്കും. എന്തായിരിക്കും? ഗസ്
പക്ഷേ കടലിൽ അങ്ങ് അകത്തോട്ട് കുറച്ച് പോവാന്ന് വിചാരിച്ചാണ്. ഇത് കേക്ക്. ഓക്കെ. ഇതും കേക്ക്. ബ്രെഡ് ഓംലെറ്റ് അല്ല, ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. ബ്രെഡിലുള്ളതാണ്. പക്ഷെ നിനക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഇഷ്ടമുള്ള ഒരു കടയിൽ നിന്നാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കടയിൽ നിന്നാണ്. ഫേവറേറ്റ് അല്ല കട ഇവിടെ ചേച്ചിന്റെ. പക്ഷെ നീ ആ ഒരു കടയിൽ കൊറേ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കാത്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് പോകുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ നീ റീസെന്റ് കുറച്ച് വെയിറ്റ് ചെയ്ത് സ്ഥലം എനിക്ക് കടയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ പേര് പറഞ്ഞില്ല. ആലോചിക്കും. ഇന്നലെ മെനങ്ങാന്ന് കൂടെ അവിടെ ഇല്ല. നല്ല ആലോചിക്കും, കിട്ടും. നൈറ്റ് പോയത് അവിടെ. എപ്പോഴും ഹോസ്റ്റൽ, പണ്ടത്തെ ഹോസ്റ്റലിൽ അടുത്തായിരുന്നു. പേര് പറഞ്ഞിട്ട് സ്ഥലവും കടയൊക്കെ ചായ ടൈമാണ്. അല്ല, മലബാർ ബൈക്സ് അടുത്തായതുകൊണ്ട് എപ്പോഴും പോവായിരുന്നു. കാടമുട്ട കഴിക്കാൻ പോവാണ്. ഞാൻ കഴിച്ചു, ഒരെണ്ണം കഴിക്കുന്നു. കടലിൽ നോക്കി കാടമുട്ട കഴിക്കുക, അടിപൊളി. ഇപ്പൊ ഒരു 2 ഡോഗ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. 3 പേരുണ്ട് അവര്. ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഡേറ്റ്സ് കേക്ക് കഴിക്കണം. നോക്ക്, ഇവിടെ ഡേറ്റിംഗ് ആണോ? ഡേറ്റിംഗ് അല്ല, ഡേറ്റ്സിന്റെ കേക്ക് കഴിക്കണതാ. ഉടനെ പോയി. ഇനി ചേച്ചിക്ക് വെള്ളം എടുത്തിട്ട് ബീച്ചിന് മാച്ച് ചെയ്തൊരു ഡ്രസ്സാ അമല. ഷാജി, ബീച്ചിന് മാച്ച് ചെയ്തൊരു ഡ്രസ്സാ അമല ഇട്ടേക്കുന്നത്. ഹാപ്പി ഓടി കളിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഓടി വന്ന ഓർമ്മയുണ്ടാ? ആര് ഫസ്റ്റ് വരും എന്നുള്ളത്. ഉണ്ടാക്കേണ്ടത് ഒരു ട്രൈപോഡാ. അതിന് നമ്മൾ ചെയ്യണത് ഇങ്ങനെ. ഫോൺ നമ്മൾ ഇവിടെ വെക്കും. പക്ഷെ ഇവിടെ ഇത്രയും മണ്ണാണ്. കുഴപ്പമില്ല. സ്പീക്കറിലും പുതിയല്ലോ പോലും തുടക്കാൻ എന്തെങ്കിലും നമ്മൾ പറയണത്. അവിടെ എങ്ങനെ കിട്ടും? നമ്മളെ ഇവിടെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇവിടെ അങ്ങോട്ട് നോക്കിയിരിക്കാം. പക്ഷെ ഇവിടെ നനവാണല്ലോ, നമ്മൾ അറിയാൻ പറ്റില്ല. ബാഗ് എല്ലാം ഇപ്പൊ പോയാണ്. പറയണത് വേണ്ട വേണ്ട. ഇവിടെ വീടുണ്ടാക്കാൻ പോകുന്നു. ഫൗണ്ടേഷൻ കെട്ടുന്നു. അയ്യോ, ബാഡ് ഗേൾസ്. പക്ഷെ ഇവിടെ കുഴിക്ക് ഹൗസ് വാമിങ്ങിന് പൂജ എല്ലാരും കേട്ടോ. എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ. അമ്മ പൊളിച്ചു നീത് 3 ഘട്ടമുണ്ട്. അത് വീടാണ് നേരെ ഉണ്ടാക്കി. വലിയ അല്ല ഉണ്ടാക്കുന്നത്. സ്റ്റൈല് വേറെ ആയിപ്പോയി. മണ്ടത്തിലൊക്കെ ഹലോ ഹലോ. ഇതുവരെ ആയല്ലേ? ഇത്രയും ഉണ്ടാക്കിയിട്ട് ഫൈനലി നിങ്ങൾ ഡ്രീം കേക്ക് ഉണ്ടാക്കി. ക്രിസ്മസിന് വേണ്ടി ഇപ്പോഴേ കേക്ക് ഉണ്ടാക്കി. ക്രിസ്മസിന് വേണ്ടി കാറ് വീട്ടിൽ കൊണ്ടുവരാൻ. കാർ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യാം. ടാറ്റാ.
മഴ അയ്യോ ബൈ ഗൈസ് സോറി ഞാൻ ഇങ്ങനെ വീഡിയോസ് മാറ്റാത്തോണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ ധാരണയില്ല So bye. ബൈ